Assalamu alaikum. Hello, my dear children. In the previous class, we studied what is solid shapes, and today we are going to study what is open figures and what is closed figures. The new topic of our chapter is open figures and closed figures. So, what do you mean by open figures and what do you mean by closed figures? ഈ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലേ, ഓപ്പൺ ഫിഗേഴ്സ് എന്ന് പറയുമ്പം ഒരു ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഫിഗർ ആയിരിക്കും, ക്ലോസ്ഡ് എന്ന് പറയുമ്പം ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന ഫിഗർ ആയിരിക്കും അല്ലേ. ക്യാൻ യു സേ വൺ എക്സാമ്പിൾ ഫോർ എ ഓപ്പൺ ഫിഗർ ഓർ എ ക്ലോസ്ഡ് ഫിഗർ? ഒരു ക്ലോസ്ഡ് ഫിഗേഴ്സ് നമ്മൾ പഠിച്ചായിരുന്നു, ഫ്ലാറ്റ് ഫിഗേഴ്സ് ഒക്കെ പഠിച്ച്, പ്ലെയിൻ ഫിഗേഴ്സ് പഠിച്ച്. ഏതായിരുന്നു? സ്ക്വയർ, റെക്റ്റാങ്കിൾ, സർക്കിൾ, ട്രയാങ്കിൾ. ഇതെല്ലാം എന്താണ്? ഫിഗേഴ്സ് നമ്മൾ പഠിച്ച പ്ലെയിൻ ഫിഗേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും ക്ലോസ്ഡ് ഫിഗർ എന്ന് പറയുമ്പം ക്ലോസ് ആയിട്ടിരിക്കുന്ന ഫിഗർ എന്ന് മിസ് പറഞ്ഞു അല്ലേ. എന്താണ് ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന? അല്ലെങ്കിൽ നമ്മൾ ഒരിടത്തുനിന്ന് ഇപ്പം ഡ്രോ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ പോയിന്റിൽ തന്നെ എത്താൻ പറ്റുന്ന ഫിഗേഴ്സിനെയാണ് നമ്മൾ ക്ലോസ്ഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, വൺ സർക്കിൾ മിസ് എങ്ങനെയാണ്? ഈ പോയിന്റിൽ തുടങ്ങി ഇങ്ങനെ ആ പോയിന്റിലൂടെ തന്നെ തിരിച്ച് അവിടെ എത്തി. സോ ഇറ്റ് ഈസ് ക്ലോസ്ഡ്. ദെൻ ഐ എം ഗോയിങ് ടു ഡ്രോ വൺ സ്ക്വയർ. കണ്ടോ, മിസ് പെൻ എടുക്കാതെ തന്നെ അത് ഇത്രയും വരച്ചത് കണ്ടോ. അപ്പോൾ നമ്മൾ വൺ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്ത് ആ പെൻ ലിഫ്റ്റ് ചെയ്യാതെ തന്നെ ആ ഒരു ഫിഗർ വരച്ച് ക്ലോസ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഫിഗേഴ്സിനെയാണ് ക്ലോസ്ഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ടേക്ക് വൺ ട്രയാങ്കിൾ. I didn't take the pen, I draw that figure, so it is closed figure. And rectangle also, it is also a closed figure. Okay, then look this figure, this is also closed. So the figures that can be drawn by starting and ending at the same point without lifting the pencil or without lifting the pen, such figures are called closed figure. And what is open figures? The end point of the figures are not connected. Such figures are called open figures. That is, നമ്മൾ ഒരു ഫിഗർ വരയ്ക്കുമ്പോഴത്തേക്കും ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്ന് തന്നെ എൻഡ് ചെയ്യത്തില്ല, ഇങ്ങനെ വന്ന് നിൽക്കുവാണെങ്കിൽ ഈസ് ദാറ്റ് എ ക്ലോസ്ഡ് ഫിഗർ ഓർ ആൻ ഓപ്പൺ ഫിഗർ? ഇറ്റ് ഈസ് ആൻ ഓപ്പൺ ഫിഗർ ബിക്കോസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ തന്നെ നമ്മൾ എൻഡ് ചെയ്തില്ല അല്ലേ. അങ്ങനെയുള്ള ഫിഗേഴ്സിനെയാണ് നമ്മൾ ഓപ്പൺ ഫിഗേഴ്സ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ, we are writing S. S is not a closed figure. Then we are drawing like this. This is not closed. Okay, so these were the open figures and closed figure. So what do you mean by open figures? That endpoints of the figures are not connected. Such figures are called open figures. And the figures that can be drawn by starting from a point and ending at the same point without lifting the pencil, that is called closed figures. Okay, then open and closed figures are made up of straight lines and curved lines. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് യൂസ് ചെയ്തും കർവ്ഡ് ലൈൻസ് യൂസ് ചെയ്തും നമ്മൾ ഓപ്പൺ ഫിഗേഴ്സും ക്ലോസ്ഡ് ഫിഗേഴ്സും വരയ്ക്കും അല്ലേ. സോ ഇത് ഇവിടെ ഇപ്പം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ഫിഗർ ആൻഡ് വി യൂസ് ദ സ്ട്രെയിറ്റ് ലൈൻസ് ടു ഡ്രോ ദാറ്റ് ഫിഗർ. ഇറ്റ് ഈസ് എ സർക്കിൾ. വി നോ ദാറ്റ് സർക്കിൾ ഈസ് ഡ്രോൺ ബൈ കർവ്ഡ് ലൈൻ. This is one another figure. This is, we used a curved line to draw this picture, isn't it? Then open, this is one example of open figure. That was also we drawn using curved line. This we used
straight lines here. So curved lines, dash lines are used to draw the open and closed figures എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? Straight lines and curved lines are we used to draw the open and closed figures. Okay. Then these were the two types of figures, that is one is open figures and the another one is closed figures. Then I am saying one exercise for you. I will read the question. You have to say the answer with me. Okay. Say true or false for each of the following statements. A circle is a closed figure. They were saying that a circle is a closed figure and you have to say is that true or false. ക്വസ്റ്റ്യനിൽ പറയുന്നു ഒരു സർക്കിൾ ഒരു ക്ലോസ്ഡ് ഫിഗർ ആണെന്ന്. നിങ്ങൾ പറയണത് അത് ട്രൂ ആണോ ഫോൾസ് ആണോ, തെറ്റാണോ ശരിയാണോ? ഒരു സർക്കിൾ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് ഫിഗർ ആണോ? യെസ്, സർക്കിൾ ഈസ് എ ക്ലോസ്ഡ് ഫിഗർ, സോ ഇറ്റ് ഈസ് ട്രൂ. Okay, then next one, a square is an open figure. They were saying that a square is an open figure. A square എന്ന് പറയുന്ന ഒരു open figure ആണ്. Is that true or false? A square is this is a square. And they saying that this is open figure. Is that open or closed? Yes, it is closed. So it is false. സർക്കിൾ ഓപ്പൺ ഫിഗർ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കില്ല. ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ഫിഗർ, സോ ദ ആൻസർ ഈസ് ഫോൾസ്. ക്ലോസ്ഡ് ഫിഗേഴ്സ് ആർ മെയ്ഡ് ഓഫ് ഓൺലി കർവ്ഡ് ലൈൻസ്. കർവ്ഡ് ലൈൻസ് യൂസ് ചെയ്ത് മാത്രമാണ് നമ്മൾ ക്ലോസ്ഡ് ഫിഗേഴ്സ് വരയ്ക്കുന്നത്. ഈസ് ദാറ്റ് ട്രൂ? നമ്മൾ ദിസ് ലുക്ക് അറ്റ് ഹിയർ, ദിസ് ഈസ് എ സ്ക്വയർ ആൻഡ് ദിസ് ഈസ് ഹിയർ വി ആർ യൂസ്ഡ് സ്ട്രെയിറ്റ് ലൈൻസ് ടു draw the square and this square is a closed figure, so this statement is false. Then they drawn one figure. Drawn one figure like this and they were saying that it is a closed figure. ഈ ഫിഗർ കണ്ടിട്ട് ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ തോന്നുന്നത്? ഇറ്റ് ഈസ് എ ഓപ്പൺ ഫിഗർ, സോ they were saying that it is a closed figure, so it is false. Okay, the next one, they shown this figure and saying that it is a closed figure. Yes, it is true, it is a closed figure. Then open figures are made up of only straight lines. Straight lines use ചെയ്ത് മാത്രമാണോ നമ്മൾ ഓപ്പൺ ഫിഗേഴ്സ് വരയ്ക്കുന്നത്? No, it is false. Open figures are not used of straight lines. Curved lines are also used to draw the open figures. Okay, then so today we studied closed figures and open figures. What is closed figure? Closed figures are the figures that we start from a line and we drawn that line without lifting the pencil and ends in the same point. That is called closed figures. And what is open figures? Open figures are the endpoints of the figures are not connected. That type of figures is called open figures. Okay. Then we done the exercise, that is true or false based on open figures and closed figures. So till this topic your chapter is finished and today's class over. Assalamu alaikum.